അപ്പോൾ ഇന്ന് നമ്മുടെ കറി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കറി ഉച്ചക്കത്തേന് രാവിലെ കറികളൊന്നും ഉണ്ടാക്കില്ല. രാവിലെ ചോറും വെച്ചില്ല, കറിയും വെച്ചില്ല. ഉച്ചയ്ക്കാണ് വന്ന് ചോറും കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ പരിപ്പ് വേഗം വെച്ചതാണ്. പരിപ്പും അതുപോലെ തന്നെ അതിനെന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. പരിപ്പും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ കുറച്ച് ഉള്ളിയും കൂടെ കൂടിയിട്ട് നമ്മൾ വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ കൂടെ നമ്മൾ മുരിങ്ങയില ഇട്ട് ചാറ് വയ്ക്കും. തേങ്ങ പച്ചക്ക് അരച്ചിട്ട് മുരിങ്ങയിലയും കൂടെ ചേർത്ത് ഒരു ചാറ് കറി ഉണ്ടാക്കുന്നുണ്ട്. ഇതുണ്ട് മീൻ, ഉണക്കമീൻ. ഇത് തെരണ്ടി മീനാണ്. നമ്മുടെ ഇവിടെ ഉണക്കത്തെരണ്ടി എന്ന് പറയും. മറ്റു എനിക്കറിയത്തില്ല. ഉണക്കമീനാണ് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടം. പച്ചമീനേക്കാളും ഇഷ്ടമുള്ള സാധനമാണ് ഉണക്കമീൻ. ഇത് 1/2 കിലോ ഉണ്ടോ, 1/2 കിലോ ഉണക്കത്തെരണ്ടി മേടിച്ചതാണ്. ഇതിനെ വറക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടിച്ച് ഇതുണ്ട് നുറുക്കി കടലാസൊക്കെ വലിച്ച് കീറിയിട്ട് ചട്ടിക്കകത്തിട്ട് ഉപ്പ് കളയണം. എന്നിട്ട് അരപ്പൊക്കെ തിരിഞ്ഞ് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ, ചോറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു കോവയ്ക്ക മെഴുക്ക് വരച്ച് വയ്ക്കണം. പിന്നെ 2 ഉണക്കമുളക് ഇതൊക്കെയാണ് ഉച്ചക്കത്തെ പരിപാടികൾ. അപ്പോൾ ചെറിയ ഈ കുഞ്ഞു പരിപാടികൾ ഉച്ചയ്ക്ക് മാത്രമുള്ള നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് മീനൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇടാം. പിന്നെ തേങ്ങ ചിരണ്ടണം, ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കണം. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ പരിപ്പ് ഇനി 2 പ്രാവശ്യം കൂടെ വിസിലടിച്ചിട്ട് ഓഫ് ചെയ്യണുള്ളൂ. നന്നായിട്ട് അങ്ങ് വെന്തോട്ടെ. ഞാനത് വെജിറ്റബിളുണ്ട്, ക്യാരറ്റുണ്ട്, ഒരു സവാളയുണ്ട്, കുറച്ച് ചെറിയ ഉള്ളിയുണ്ട്. ഇത്രയേ ഉള്ളൂ. അത്ര നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇത് കണ്ടോ, മീനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ടു കേട്ടോ. തൊലിയൊക്കെ പൊളിച്ചിട്ട് കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ ഇട്ടു. ഇത് ഈ പേപ്പർ കുരുന്ന് വലിച്ച് കീറി ആ മീനിൻ്റെ കൂടെ ഇടും. അപ്പോൾ ഈ മീനിൻ്റെ ഉപ്പെല്ലാം കൂടെ പേപ്പർ വലിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉപ്പ് നന്നായിട്ടങ്ങ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ പിന്നെ നല്ല മുളകും മഞ്ഞൾപ്പൊടി അല്പം അച്ചാർ പൊടി ഈ 3 കൂട്ടം കൂടെ തിരുമ്മി ലേശം കുരുമുളക് പൊടിയും കൂടെ തിരുമ്മി നമ്മൾ എണ്ണയ്ക്കകത്ത് ഈ മീനിനെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്നെ ടേസ്റ്റാണെന്നറിയോ ഇത് കഴിക്കാൻ ചോറിൻ്റെ കൂടെ. പരിപ്പ് ചാറും ഉണക്കമീനും നല്ല ടേസ്റ്റാണ് ഊണ് കഴിക്കാൻ. അപ്പം നമ്മുടെ പരിപ്പ് ക്യാരറ്റും ഉള്ളി സവാള എല്ലാം കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്ത് തേങ്ങ അരച്ച് അരപ്പുണ്ടാക്കണം. കണ്ടോ, തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ മുഴുവനും കൂടെ 1-1.5 മുറി തേങ്ങയുണ്ട്, മുഴുവനും ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരയണം. നല്ലതുപോലെ അരഞ്ഞ് ചേർത്ത് പിന്നെ മുരിങ്ങയുടെ ഇലയും ചേർത്ത് കടുക് വറുത്ത് ഒരു ചാറുകറി ഉണ്ടാക്കണം. ചോറിനകത്ത് ഒഴിച്ചുകൊണ്ടുവന്ന ഒരു ചാറുകറി. അതാണ് ഇന്നത്തെ ഒരു കറി കേട്ടോ. ഇത് കണ്ടോ, കോവയ്ക്ക, നമ്മുടെ മുറ്റത്തെ കോവയ്ക്ക പറിച്ച് കഴുകി നന്നായിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാണേ. സവോളയുണ്ട്, പച്ചമുളകുണ്ട്, എല്ലാം കൂട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, പച്ചമുളക് കൊള്ളില്ല, അത് മാറ്റിക്കളഞ്ഞു. പിന്നെ ഇത് മെഴുക്ക് വരട്ടിക്കാണേ, വെളിച്ചെണ്ണ ചേർത്ത്. ഇതുണ്ടോ, വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞ് ഇതിൻ്റെ ഒക്കെ ഉണ്ട് അരി. ചില വഴുതനങ്ങ നന്നായിട്ട് മൂത്ത് പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തിരുമ്മി പിഴിയുമ്പോൾ അരിയെല്ലാം പൊക്കോളും. എന്നിട്ട് പിഴിഞ്ഞെടുക്കും. എന്നിട്ട് പച്ചമുളകും ഈ പച്ചമുളകും ഈ സവാളയും കൂടെ അരിഞ്ഞിട്ട് ഉപ്പും ഇട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയതും വാരിയിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി വെള്ളം വറ്റിച്ചെടുക്കുമ്പോഴത്തേനും, വെള്ളം ഒഴിക്കണ്ട, വെള്ളം വറ്റിച്ചെടുക്കുമ്പോഴത്തേനും അതൊരു തോരൻ കറിയായിട്ട് കിട്ടും കേട്ടോ. അരപ്പിടാത്ത, അതായത് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാതെ ഒതുക്കിയെടുക്കാത്ത ഒരു തോരനാണ്. അപ്പം നമുക്ക് അങ്ങനെ അത് തോരൻ വെക്കണം. ഇത് മെഴുക്കുവരട്ടി വെക്കണം. ഇത് ചാറ് വയ്ക്കണം. ചാറ് വെച്ച് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം കേട്ടോ. അരപ്പൊക്കെ ഉണ്ടാക്കി കടുക് വറുത്തെടുക്കുമ്പോൾ കാണിക്കാം. ഇത് മീൻ വെള്ളത്തിലിട്ടേക്കുന്നു.
വേണ്ട പേപ്പറൊക്കെ മുറിച്ചിട്ട് ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് അതിനെ വറക്കണം. പിന്നെ ഇതുണ്ട് 2 പപ്പടം പൊരിക്കണം. മുളക് ആവശ്യമുള്ളവർക്ക് കഴിക്കാം, വേണ്ടാത്തവർ കഴിക്കണ്ട. പക്ഷേ ഞാൻ 2 വറുത്ത് വെക്കും. എനിക്ക് 2 അത്യാവശ്യമാണേ. അതുകൂട്ട് മുളക്, മീനും അത്യാവശ്യം. ഉണക്കമീനാണ് പച്ചമീനിനെ കഴിഞ്ഞ് എനിക്കിഷ്ടം കേട്ടോ. പിന്നെ പ്രഷർ എന്ന സംഭവം കയറിപ്പിടി കൂടിയതിന് ശേഷം ഉപ്പുമീൻ അങ്ങോട്ട് കുറച്ചു. വല്ലപ്പോഴും മാത്രം കൊതിയൊക്കെ തോന്നുമ്പം ഒരു ശകലം മീൻ കഴിക്കും കേട്ടോ. ഉപ്പുമീനായിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഇങ്ങനത്തെ മീനുണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര അന്നും ഇന്നും എന്നും ഉണക്കമീനാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇറച്ചിക്കും പച്ചമീനും ഒക്കെ സ്ഥാനമുള്ളൂ. അങ്ങനത്തെ ഈ മീൻ നമുക്ക് അച്ചാർ പൊടി ഇട്ട് വറക്കണം കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന പിക്കിളുണ്ടല്ലോ, പിക്കിൾ പൗഡർ, അത് വാങ്ങിച്ചിട്ട് തിരുമണം. പിന്നെ നമ്മുടെ ഇച്ചിരി മുളകും മഞ്ഞളും ഇച്ചിരി കുരുമുളക് പൊടി അതും കൂടെ മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമി വെച്ചിട്ട് നന്നായിട്ട് എണ്ണയിൽ നല്ല മുരിച്ച് വറുത്ത് കോരിയെടുക്കണം. അപ്പോഴേ അത് ഉണ്ടാക്കി കഴിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ, പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കണേ. അപ്പം നമുക്ക് പരിപ്പ് ചാറ് ഉണ്ടാക്കാം കേട്ടോ. കടുക് വറുത്ത് ഉള്ളി മുളകൊക്കെ ഇട്ട് കടുക് വറുത്തതാണ്. ഈ മുരിങ്ങയിലയും കൂടെ ചേർത്ത് ഉണ്ടോ ഇതിനകത്ത് മുരിങ്ങയില ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്തേക്ക് കുറച്ചാലും മുളക് പൊടി, അല്പം മുളക് പൊടി ചേർക്കണം എരിവ് കിട്ടാനായിട്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഇത് തേങ്ങയും മഞ്ഞളും ജീരകവും അരച്ചതാണ് ഇത്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി, പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ അരപ്പിനകത്ത് അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പും ചേർത്ത് അതുണ്ടോ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കഴുകി ചേർക്കണം. പിന്നെ ഈ വെന്തിരിക്കുന്ന പരിപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ശരിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ കോവയ്ക്ക ശരിയാക്കിയില്ല, കോവയ്ക്ക ഉടനെ തന്നെ ശരിയാക്കണം. അത് മെഴുക്ക് വരട്ടിയാണല്ലോ, അതിന് തേങ്ങ വേണ്ട. ഇതുണ്ട് വഴുതനങ്ങ തേങ്ങ ചേർത്ത്, പച്ചമുളക്, സവാള, തേങ്ങ ചിരണ്ടിയത്, ഉപ്പ് ഒക്കെ ഇട്ട് നമ്മുടെ വഴുതനങ്ങ തോരൻ. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇത് തിളച്ച് വരുന്നുണ്ട്, അരപ്പൊക്കെ ഇട്ടത്. ഇനി നമുക്ക് ഈ പരിപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് നന്നായിട്ട് വരട്ടിയായിരുന്നു, എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വരട്ടിയെടുത്തതാണ്. എന്നിട്ട് ഒരു തിള കയറി വന്നു. ഇനിയിപ്പോൾ നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പരിപ്പ് ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയില പരിപ്പ് ചാറ്. പിന്നെ 2-3 ക്യാരറ്റ് അവിടെ വെറുതെ കിടന്നത് കൊണ്ട് അത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അതും കൂടെ പരിപ്പിൻ്റെ കൂടെ കുക്കറിൽ ചേർത്ത് നന്നായിട്ട് വേവിച്ചു നല്ല തേങ്ങ അരപ്പൊക്കെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ല, ജീരകം വെളുത്തുള്ളിയൊക്കെ ചേർത്ത് തേങ്ങ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തു കേട്ടോ. ഇത് ഒഴിച്ചുകറി, ഇതും ഉണക്കമീൻ വറുത്തും ഉണ്ടെങ്കിൽ എമ്പടി മതി. പിന്നെ ചോറും 100 കൂട്ടം കറികളൊന്നും വേണ്ട. വേണ്ട വഴുതനങ്ങ തോരൻ കണ്ടോ, അരച്ചിട്ട് വെക്കുന്നില്ല കേട്ടോ. ഇതിനെ ചിരണ്ടിയിട്ട് വെക്കുന്ന ഒരു വഴുതനങ്ങ തോരൻ. ഇനി എനിക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം, മീൻ വറക്കണം. ഉണ്ടോ, മീൻ വെള്ളത്തിൽ കിടന്ന് ഉപ്പൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം അതിനെ വറക്കണം. 2 പപ്പടം പൊരിച്ച് വെച്ചു. ഉപ്പ് ഇട്ട ഉപ്പിലുണങ്ങിയ വറ്റൽമുളക് അല്ലല്ലോ, പച്ചമുളക്, അതും വറുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കടിച്ചു കൂട്ടാൻ, അച്ചാറിനൊക്കെ പകരം അത് ഉപയോഗിക്കാം. ഇപ്പോൾ തീ ഓഫ് ചെയ്തു. ഇനി അടുത്ത കറിയിലേക്ക് പോവുകയാണ്. എൻ്റെ ഉച്ചക്കത്തെ കറികളാണ് ഇതൊക്കെ. ഇപ്പം നമ്മുടെ മീൻ എന്താ കുറേ സമയം കഴുകി പിഴിഞ്ഞ് കളഞ്ഞ് വെച്ച് നമ്മൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തു, കുരുമുളക് പൊടി ചേർത്തു, മുളക് പൊടി ചേർത്തു. പിന്നെ അല്പം പിക്കിള് ബ്രാഹ്മിൻസിൻ്റെ അച്ചാർ പൊടി അതും ചേർത്തു കേട്ടോ. ഈ അച്ചാർ പൊടി മാത്രം ഇട്ട് വറക്കാനും കൊള്ളാം, നല്ല രുചിയുണ്ട് കേട്ടോ. അച്ചാർ പൊടി മാത്രം ഇട്ട് വറുത്ത് കോരിയാലും നല്ലതാണ്. പിന്നെ ഞാൻ എല്ലാ കൂട്ടം പൊടികളും കുറേശ്ശെ ചേർത്തു. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അപ്പോൾ
ഇതിനകത്തേക്ക് മീൻ പെറുക്കിയിടാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. പരിപ്പ് ചാറും ഉണക്കമീൻ വറുത്തതും നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ വഴുതനങ്ങ തോരൻ വഴുതനങ്ങ നമുക്ക് മുറ്റത്തുണ്ടായത് കൊണ്ട് അതിനെ തോരൻ വെച്ചു. അതുപോലെ തന്നെ കോവയ്ക്കാൻ മുറ്റത്തുള്ളത് കൊണ്ട് കോവയ്ക്കാൻ മെഴുക്കുവരട്ടിയും വയ്ക്കാൻ പോകുന്നു. ഇല്ലെങ്കിൽ ഇത് രണ്ടും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഉണക്കമുളക് വറുത്തതുണ്ട്. അത്യാവശ്യം 2 പേർക്കുള്ള പപ്പടവും മുളകും ഉണ്ട്. ഇപ്പം ഞങ്ങളിവിടെ 2 പേര് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് മതി. ബാക്കി ഉണ്ടാക്കുന്നതൊക്കെ അത്താഴത്തിനും കൂടെ വെച്ചേക്കും. അപ്പോൾ നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് മറിച്ചും തിരിച്ച് വിടാം. ഇതിൻ്റെ കൂടെ പച്ചമുളക് കീറിയിട്ടെടുക്കാം, കരിവേപ്പില ഇട്ട് വറക്കാം, സവോള അരിഞ്ഞിട്ടെടുക്കാം, ഉപ്പൊക്കെ കുറയാൻ വേണ്ടി. ഇപ്പം അത്യാവശ്യം ഉപ്പ് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇടുന്നില്ല, പച്ചമുളക് പോലും ഇടുന്നില്ല. വെറുതെ വറുത്ത് കോരിയെടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പം നമ്മുടെ ഉണക്കമീൻ നന്നായിട്ട് കഴുകി വാരി അരപ്പൊക്കെ തിരുമ്മി അടുപ്പ് വെച്ചു കേട്ടോ. ഇപ്പം നല്ല ഉരുവായുടെ മണം, ഉരുവാപ്പൊടിയുടെ മണമുണ്ട്, കായപ്പൊടിയുടെ മണം വരുന്നുണ്ട്, കുരുമുളക് പൊടിയുടെ നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് കിടന്ന് മുരിഞ്ഞ ഈ മീൻ കഷ്ണം കൂട്ടുന്നതോടൊപ്പം ഇത് കണ്ടോ, ഇതുപോലെയുള്ള അരപ്പുകൾ, ഈ അരപ്പ് ചേർത്ത് കപ്പപ്പുഴുക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അഥവാ ചെണ്ടക്കപ്പയാണെങ്കിലും കുഴപ്പമില്ല. മുളകൊക്കെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഇങ്ങനത്തെ ഈ അരപ്പ് ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട്. മീനിൻ്റെ എല്ലാ രുചിയും അതിനകത്തേക്ക് ചേർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊടികളെന്ന് പറയുമ്പോൾ എല്ലാ പൊടികളും ചേർന്നിട്ടുള്ള ഒരു മസാലയാണ് നമ്മളിതിന് തിരുമ്മി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് കരിയാതെ മൊരിച്ചെടുക്കണം. ഇത് എണ്ണ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് മെഴുക്ക് വരട്ടി വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ റെഡിയായി കേട്ടോ. ഉച്ചയ്ക്ക് കറികൾ റെഡിയായെന്ന് പറഞ്ഞാൽ ഉണ്ടോ, പപ്പയ്ക്കുള്ള വീതമൊക്കെ വിളമ്പി കൊടുത്തു. അതിന് ശേഷമാണിത്. എനിക്ക് ചോറുണ്ണാനായിട്ട് ചോറൊക്കെ വിളമ്പി എടുക്കണം. ഇത് പിന്നെ വഴുതനങ്ങ തോരൻ കണ്ടില്ലേ, വഴുതനങ്ങ തോരൻ. പിന്നെ പരിപ്പ് ചാറ് വെച്ചത് അതിനകത്തേക്ക് മാറ്റിയായിരുന്നു, ആ പാത്രത്തിലേക്ക് അത് മാറ്റി. ഇതിനകത്ത് കോവയ്ക്കാൻ മെഴുക്ക് വരട്ടി വെച്ചു. കണ്ടോ, കോവയ്ക്കാൻ മെഴുക്ക് വരട്ടി. നമ്മുടെ മുറ്റത്തെ കോവയ്ക്ക, മുറ്റത്തെ വഴുതനങ്ങ, മുറ്റത്തെ മുരിങ്ങയില, എല്ലാം മുറ്റത്തെ കേട്ടോ. ഈ തെരണ്ടി മീൻ എന്തായാലും മുറ്റത്തെ അല്ല, അതിന് നമ്മൾ കടയിൽ നിന്ന് തന്നെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പപ്പടം, മീൻ വറുത്തത് കണ്ടോ, മീനിൻ്റെ അരപ്പ് കണ്ടോ. ഈ അരപ്പിന് എന്നാ ടേസ്റ്റുള്ളതാണെന്നറിയാമോ? ഈ അരപ്പിന് ഇവിടെ പിടിച്ച പറിയാണ്. ഇതിട്ട് ചോറ്, നല്ല ചൂടൻ ചോറിനകത്തേക്ക് ഈ അരപ്പ് ഈ മസാല ചേർത്ത് ഇളക്കി കഴിക്കണം. വേറെ കറികളൊന്നും വേണ്ട, നല്ല രുചിയുണ്ട് കേട്ടോ. അതിനായിട്ട് മാറ്റി വെച്ചേക്കുവാണേ. അതായത് ഞാൻ പറഞ്ഞല്ലോ, അച്ചാർ പൊടി, കുരുമുളക് പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് വരട്ടിയതാണേ. ഈ മീൻ വറുത്ത് കോരിയിട്ട് ബാക്കിയുള്ള അരപ്പാണ്. അത് നമുക്ക് അങ്ങനെ കഴിക്കാം. നമുക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഉച്ചത്തെ വീഡിയോ, ഉച്ചയ്ക്ക് നമ്മളുണ്ടാക്കിയ ഭക്ഷണങ്ങളാണ് ഇത്. വൈകിട്ട് എന്തെങ്കിലും എനിക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ തോന്നിയാൽ ഉണ്ടാക്കിയാൽ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യും. ഇല്ലെങ്കിൽ ഇത് മാത്രം അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിലെ കുഞ്ഞു കുഞ്ഞു റെസിപ്പികൾ, ഭക്ഷണങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് എഴുതണം. അപ്പം എല്ലാ രീതിയിലും എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വേറെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാം. ഓക്കേ.